ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മൾ പത്തിരിക്ക് വേണ്ടിയിട്ട് അരി ഉരുട്ടി വെച്ചതല്ല കേട്ടോ. ഇത് നമ്മുടെ എന്താ പറയുക, കാടൻ മുട്ട എന്ന് പറയുന്ന കുഞ്ഞ മുട്ടയാണ്. ഇത് നമ്മൾ മക്കൾക്കൊക്കെ പുഴുങ്ങി കൊടുക്കാറുണ്ട്. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശ്വാസം മുട്ടിനൊക്കെ ഈ ഒരു എഗ്ഗ് കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു എഗ്ഗ് മേടിച്ച് മക്കൾക്കൊക്കെ പുഴുങ്ങി കൊടുക്കാറുണ്ട്. നമ്മളും കഴിക്കാറുണ്ട്. നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതെങ്ങനെയാണ് പുഴുങ്ങിയെടുക്കുക? അപ്പോൾ കോഴിമുട്ടയൊക്കെ പുഴുങ്ങുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ ഇതിൽ ചെറിയ ചില ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ ഈ ഒരു കാടമുട്ടയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ കറി വയ്ക്കാനും കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ കോഴിമുട്ട ആണെങ്കിലും അതുപോലെ താറാമുട്ടയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ടിപ്സ് നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കാടമുട്ട ഒക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ. സാധാരണ കോഴിമുട്ടയൊക്കെ മേടിക്കുന്നതിനേക്കാളും കുറച്ച് വില കൂടുതലാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതുപോലൊരു ബോക്സിലാണ് ഇവിടെ കിട്ടുക കേട്ടോ. സാധാരണയായിട്ട് എഗ്ഗൊക്കെ ഇങ്ങനെയാണ് വരാറുള്ളത്. നമ്മൾ ഇതുപോലെ മുട്ട മേടിക്കുന്ന സമയത്ത് മുഴുവനൊന്നും നമുക്ക് നല്ലതായിട്ട് കിട്ടാറില്ല കേട്ടോ. ചിലതൊക്കെ ഇതുപോലെ നമ്മൾ ബോക്സിൽ നിന്ന് തന്നെ പൊട്ടിയതൊക്കെ ആയിരിക്കും, ചീത്തയായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ പൊട്ടിയ മുട്ടയൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിപ്പോൾ കാടമുട്ട എന്നല്ല, ഏതാണെങ്കിലും നമ്മൾ മേടിക്കുന്ന സമയത്ത് അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാനിത് കുറച്ച് കോഴിമുട്ട എന്നാണ് വരുന്നത്. കാടമുട്ടയൊക്കെ നമ്മൾ കുറച്ച് ഇപ്പോൾ വേവിക്കാൻ ആവശ്യത്തിനുള്ളത് നമ്മൾ കുറച്ച് എടുത്ത് വെള്ളത്തിലിടുകയാണ്. നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വേണം ഇതൊന്ന് നമ്മൾ പുഴുങ്ങിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുട്ട നന്നായിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 2-3 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ടാപ്പ് വാട്ടറിൻ്റെ കൂടെ ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ആദ്യം എന്തായാലും പാത്രത്തിലിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ അത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള മുട്ട നമ്മൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വേവട്ടെ. അതിനുള്ളിൽ നമ്മൾ എന്തിനാണ് പാത്രത്തിലിട്ട് വാഷ് ചെയ്യാൻ പറഞ്ഞതെന്നുള്ള ആ ഒരു കാര്യം കൂടെ ഞാനിവിടെ പറയാം കേട്ടോ. അപ്പോൾ ഇതേ ബാക്കി കുറച്ച് കാടമുട്ടകളുണ്ട്, നമ്മളിപ്പോൾ എടുത്തതിന് ശേഷമുള്ള ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് എല്ലാം ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇടുന്ന സമയത്ത് നമുക്ക് മുട്ടയുടെ കാലപ്പഴക്കം നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ ഈ കാടമുട്ട എന്ന് മാത്രമല്ല, ഏത് മുട്ടയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ കാലപ്പഴക്കമൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്നത് ചീത്തയായ മുട്ട എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ തന്നെ കാണാം, 2 മുട്ട നല്ല വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇപ്പോൾ സാധാരണ കാടമുട്ടയൊക്കെ മേടിക്കുന്ന സമയത്ത് മുഴുവനൊന്നും നല്ലതായിട്ട് നമുക്ക് എപ്പോഴും കിട്ടാറില്ല കേട്ടോ. അതിന് എന്തായാലും ഒരു 4-5 വരെയൊക്കെ ചീത്തയായിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ നമ്മൾ നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ നിറയെ എടുക്കുക. എന്നതിന് ശേഷം ഞാൻ നേരത്തെ ഒരു വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ ജസ്റ്റ് ഇത് ഇതുപോലെ ഇട്ട് വെച്ചു. അപ്പോഴാണ് എന്നാൽ പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് കരുതിയിട്ട് നമ്മൾ ബാക്കിയുള്ളത് ഈ ഒരു പാത്രം വെള്ളത്തിൽ ഇട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം ചീത്തയായതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, താണു പോകുന്നില്ല. 3 മുട്ട ചീത്തയായിട്ടുണ്ട്. ഇത് 3 പൊങ്ങി കിടക്കുകയാണ്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു പാത്രത്തിലിട്ട് വാഷ് ചെയ്യാൻ പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. മുട്ട ചീത്തയായതുണ്ടെങ്കിൽ നമുക്കിതുപോലെ പൊങ്ങി കിടക്കും. അപ്പോൾ പിന്നെ നമുക്കത് എടുത്ത് മാറ്റിയാൽ മതി. എങ്ങനെ വെള്ളത്തിലിട്ടാലും അത് പൊങ്ങി തന്നെ കിടക്കുള്ളൂ. അപ്പോൾ ഈ പൊങ്ങി കിടക്കുന്ന മുട്ട ഒരിക്കലും നിങ്ങൾ വേവിച്ച് മക്കൾക്ക് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ചീത്തയാണ്. ഇതിപ്പോൾ സാധാരണ കോഴിമുട്ട ആണെങ്കിലും താറാമുട്ട ആണെങ്കിലും ഒക്കെ ചീത്തയായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ചീത്തയായ മുട്ടയൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ടിപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മുട്ടയൊക്കെ കുക്ക് ചെയ്യാനായിട്ട് എടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ നേരത്തെ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള എഗ്സൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ മുട്ടയിൽ ഇപ്പം തന്നെ ഉപ്പ് കയറും, അതുപോലെ തന്നെ സ്കിന്നൊക്കെ പൊളിച്ചെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റും കൂടെ ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് പൊളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് തണുത്ത വെള്ളത്തിലേക്ക്, സാധാരണ ടാപ്പ് വാട്ടറിലേക്കാണ് കേട്ടോ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ടയൊക്കെ ഇട്ടിട്ട് ഒന്ന് തണുത്തതിന് ശേഷം അതിൻ്റെ സ്കിന്നൊക്കെ നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട്. നല്ല പത്തിരിക്ക് മാവ് കുഴച്ചുരുട്ടിയ പോലെ കുഞ്ഞ മുട്ടയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ടിപ്സിനാണ്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുക. മുട്ടയൊക്കെ മക്കൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു എന്താ പറയുക കാടമുട്ട സെർവ് ചെയ്യുന്നത് ചില്ലി ഹോട്ട് സോസിൻ്റെ കൂടെയാണ് കേട്ടോ. കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. സാധാരണ മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് നമ്മൾ പെപ്പർ സോൾട്ടൊക്കെ ഇട്ട് കഴിക്കുന്ന പോലെയും കഴിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഒരു സ്പെഷ്യൽ ചട്ടണി ഉണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം നമ്മൾ മുട്ട ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്